അത് ബഡ്ജറ്റുമായി ബഡ്ജറ്റല്ല, പോസ്കോ കേസിൽ പ്രതിയായ ഒരാൾ ഈ നഗരസഭയിൽ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു കാരണവശാലും അത് പോലീസ് നോക്കിക്കോളും. അത് പോലീസ് നോക്കിക്കോളും. അത് പോലീസ് നോക്കും. ഇല്ല 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 ഇല്ല, ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അല്ലല്ല, അങ്ങനെ അങ്ങനെ അത് ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കണമെങ്കിൽ ബഡ്ജറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാതെ ഒരു കാരണവശാലും മൈക്ക് തരാൻ പറ്റില്ല. അല്ലാതെ പോലീസ് നോക്കും. പോലീസിന്റെ ജോലി ഹരികുമാർ ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസിന്റെ ജോലി ഹരികുമാർ ചെയ്യേണ്ട, അത് പോലീസ് നോക്കും. അതിന് ഹരികുമാർ അല്ല UDF ശ്രീ ബഹുമാനപ്പെട്ട കൗൺസിലർ അല്ല ആ വിഷയം UDF അത് പോലീസ് നോക്കിക്കോളും. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു നിമിഷം ഇരിക്കണം. അല്ല മൈക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കണം. ആ NDA-യുടെ അങ്ങനെ ഇരിക്കണം. മൈക്ക് കൊടുത്തിട്ടില്ല, ഇരിക്കൂ. കരങ്ങൾ അടുത്ത് പാപ്പ കൊടുത്തിരിക്കൂ. പറയാം ഒരു മിനിറ്റ് ഇരിക്കൂ. അതായത് പറയാം ഞാൻ മറുപടി പറയട്ടെ. അതൊക്കെ പറയാനുള്ള അവസരം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാഷ്ട്രീയ ചർച്ചയാണ്. അങ്ങനെ അമേരിക്ക മുതൽ ശ്രീലങ്ക വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ജനാധിപത്യ മര്യാദ കാണിച്ചിരിക്കുന്ന കാരണം നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണല്ലോ. നിങ്ങൾ കുറിച്ച് പറയുന്നു എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വലിയ നിയമം പറഞ്ഞതല്ലേ, നിങ്ങൾ ആര് മറുപടി പറയണമെന്ന് നിങ്ങൾ നിശ്ചയിക്കും, ആര് പറയാൻ പാടില്ല എന്ന് നിശ്ചയിക്കും. പക്ഷേ നിങ്ങൾ അതെന്തുകൊണ്ട് മറ്റു മര്യാദകൾ കാണിക്കുന്നില്ല? ഞാൻ പറയാം. നിങ്ങൾ മര്യാദ കാണിച്ചു സംസാരിക്കും. സജി ഒരു മിനിറ്റ് ഇരിക്കൂ. UDF ഒരു മിനിറ്റ് ഇരിക്കൂ. താങ്കൾ ഒരു മിനിറ്റ് ഇരിക്കൂ. ശബരിനാഥ് ഒരു മിനിറ്റ് ഇരിക്കണം. സുധീർ ഖാൻ ഇരിക്കൂ. ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കാം. കേരള പോലീസും കോടതിയിൽ നോക്കേണ്ട കാര്യങ്ങളിൽ ബഡ്ജറ്റ് ചർച്ചയിൽ അനുവദിക്കാൻ പറ്റില്ല. ഇന്നലെ ശ്രീ ഹരികുമാർ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനും ഡയസിൽ നിന്ന് തടസ്സം നിന്നിട്ടില്ല. ഞാൻ പറയുന്ന കേൾക്കൂ. ഇവിടെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കണം. നിയമങ്ങൾ പറഞ്ഞിട്ട് ചട്ടലംഘനം നടത്തുന്നത്. ഞാൻ പറയട്ടെ. അല്ല അദ്ദേഹം പാർലമെന്റ് പാർട്ടിയിലാണ് NDA-യുടെ. അദ്ദേഹം NDA-യുടെ പാർലമെന്റ് സംസാരിക്കാനുള്ള സമയമുണ്ട്. ഇവിടെ ശബരിനാഥന് 15 മിനിറ്റ് ബൈക്ക് വന്നു. പാപ്പനംകോട് സജി NDA-യുടെ പാർലമെന്റ് പാർട്ടിയിലാണ്. അങ്ങേക്ക് 15 മിനിറ്റ് ബൈക്ക് വന്നു. സജി സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെ സംസാരിച്ച ഞാൻ ഇടപെട്ടില്ല. അല്ല ബഹുമാനപ്പെട്ട കൗൺസിലർ ഹരികുമാറിന് മൈക്ക് തരാം. പക്ഷേ ബഡ്ജറ്റ് പോലീസും കോടതി നോക്കേണ്ട കാര്യത്തിൽ ഇടപെടാനുള്ള അങ്ങ് ചോദിച്ചേട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇവിടത്തെ ഏതെങ്കിലും ഒരു കൗൺസിൽ അംഗത്തിന് നിയമപരമായിട്ട് ഒളിച്ചോടിയിരിക്കുന്നത് നിയമപരമായിട്ട് കൗൺസിലിനകത്തിരിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അത് പോലീസും കോടതിയും നോക്കും. അങ്ങ് ബഡ്ജറ്റ് ചർച്ചയുടെ ദിവസം ബഡ്ജറ്റിനകത്ത് ഒതുങ്ങിക്കൊണ്ട് അങ്ങേക്ക് സംസാരിക്കാം. അല്ലാതെ വാർത്തയ്ക്ക് വേണ്ടി കൗൺസിലിന്റെ സമയം പറ്റില്ല. അങ്ങ് ബഡ്ജറ്റിനകത്ത് സംസാരിക്കണം. ശബരിനാഥൻ 15 മിനിറ്റ് സംസാരിച്ചില്ലേ? പാപ്പനംകോട് സജീവ സംസാരിച്ചില്ലല്ലോ. അല്ല ബഡ്ജറ്റിനുള്ളിൽ സംസാരിക്കാൻ ആർക്കോണം മൈക്ക് തരാം. ബഡ്ജറ്റിനുള്ളിൽ സംസാരിക്കാൻ തയ്യാറാണ് മൈക്ക് തരാം. അല്ല ഗൗരവമായ ബഡ്ജറ്റ് ചർച്ച UDF അംഗങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞ ശബരിനാഥൻ, ഇത് തിരുവനന്തപുരത്തെ പാവപ്പെട്ട ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കാനുള്ള ബഡ്ജറ്റാണ്. ദയവ് ചെയ്ത് UDF അംഗങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന ചർച്ച കൊണ്ടുപോകണം. അല്ലാതെ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നോ പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കുന്നോ
കൊടുത്തത്. നിങ്ങൾ പറഞ്ഞ മേരി പുഷ്പ ഉൾപ്പെടെ പറഞ്ഞ സജഷൻസ് അംഗീകരിച്ചുകൊണ്ട്, തീരദേശ മേഖലയുടെ സജഷൻസ് ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ വേണ്ടി ഭരണസമിതി തയ്യാറാണ്. സാർ ഒരു കാര്യം, ഇതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിൽപ്പന തിരക്കാം. അവർ ബഡ്ജറ്റ് വിറ്റ പാർട്ടിയാണ് ഈ UDF എന്ന് പറയുന്നത്. ബഡ്ജറ്റ് വിറ്റ പാർട്ടി, അതിന്റെ പേരിൽ കേരളത്തിൽ ഭരണം നിന്ന് പുറത്തുപോയ പാർട്ടിയാണ് ഈ UDF. അപ്പൊ അവർക്ക് ബഡ്ജറ്റ് യാതൊന്നും പറയാൻ സാഹചര്യമില്ല. അവർ ഇത് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വിൽപ്പന തരാമെന്ന പാർട്ടിയാണ് ഈ UDF. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് KM മാണി എന്ന് പറയുന്ന നിങ്ങളുടെ UDF-ന്റെ മന്ത്രി ഈ കേരളത്തിന്റെ ബഡ്ജറ്റ് വിറ്റ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. ആ ചരിത്രം നിങ്ങൾ മറക്കരുത്. അതിവിടെ ആവർത്തിക്കരുത്. BJP അങ്ങനെയല്ല. നിങ്ങളുടെ ആലോചന BJP അങ്ങനെയല്ല. അവർക്ക് ജനാധിപത്യത്തോട് മര്യാദയുണ്ട്, ബഡ്ജറ്റിനോട് മര്യാദയുണ്ട്. ഈ ബഡ്ജറ്റ് പേപ്പറിന് കേവലം ടോയ്ലറ്റ് പേപ്പർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും പറയുന്നത്. ഞാൻ പറയാം, ഒന്ന് പറയട്ടെ. ഭരണസമിതിയുടെ കൊടുക്കാം. അല്ല, ബഡ്ജറ്റിന്റെ ദിവസം തുടക്കത്തിലേ പറഞ്ഞു, ഇന്നത്തെ ദിവസം ബഡ്ജറ്റിനകത്ത് ചർച്ച ചെയ്യണം. ഇന്നത്തെ ദിവസം ബഡ്ജറ്റിനകത്ത് ചർച്ച ചെയ്യണം. ഇന്നത്തെ ദിവസം ബഡ്ജറ്റിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ശബരിനാഥൻ പറഞ്ഞ ഇടപെട്ടില്ലല്ലോ, മേരി പുഷ്പം പറഞ്ഞ ഇടപെട്ടില്ലല്ലോ. സാധാരണക്കാരായ ആൾക്കാരുടെ ഗുണം ലഭിക്കുന്ന ബഡ്ജറ്റിനെ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കമാണ് UDF-ന്റെ പ്രതിനിധികളുടെ ഭാഗമുള്ളത്. UDF അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം, ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്താൻ ഭരണസമിതി തയ്യാറാണ്. ഭരണപക്ഷ അംഗങ്ങൾ അങ്ങനെയുള്ള ശബ്ദങ്ങൾ സഭയ്ക്കകത്ത് അങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കരുത്. ആരായാലും ഒരു കാരണവശാലും എനിക്ക് നോക്കില്ല. ചർച്ച ശ്രീ SP ദീപക് നേരത്തെ കൈവരുത്തിയിരുന്നു, അദ്ദേഹത്തിന് തുടരാം.